പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, കർത്താവിൻ്റെ തിരുവചനം യെശയ്യാ 55:3 ദൈവവചനം ഇങ്ങനെ ഓർമ്മിപ്പിക്കുകയാണ്. എൻ്റെ അടുക്കൽ വന്ന് നിങ്ങൾ എൻ്റെ വാക്ക് ശ്രവിക്കുവിൻ, അപ്പോൾ നിങ്ങൾ ജീവിക്കും. ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ഈ വചനദീപ്തി ശുശ്രൂഷയിലേക്ക് ഏറെ സ്നേഹത്തോടെ എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. വിശുദ്ധ മദർ തെരേസ ഇപ്രകാരം ഓർമ്മിപ്പിക്കുന്നു: നിശബ്ദതയിൽ നിന്ന് പ്രാർത്ഥനയുണ്ടാകുന്നു, പ്രാർത്ഥനയിൽ നിന്ന് വിശ്വാസമുണ്ടാകുന്നു, വിശ്വാസത്തിൽ നിന്ന് സ്നേഹമുണ്ടാകുന്നു, സ്നേഹത്തിൽ നിന്ന് സേവനമുണ്ടാകുന്നു, സേവനത്തിൽ നിന്ന് സമാധാനം ഉണ്ടാകുന്നു. എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവരെ, നമ്മൾ എത്രയോ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ് വിശുദ്ധ മദർ തെരേസ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. നിശബ്ദതയിൽ നിന്ന് പ്രാർത്ഥന, പ്രാർത്ഥനയിൽ നിന്ന് വിശ്വാസം, വിശ്വാസത്തിൽ നിന്ന് സ്നേഹം, സ്നേഹത്തിൽ നിന്ന് സേവനം, സേവനത്തിൽ നിന്ന് സമാധാനം. ഏറ്റവും ഈ ലോകത്തിലെ ഏതൊരു മനുഷ്യനും ആഗ്രഹിക്കുന്നത് ഈ ഒരൊറ്റ കാര്യം തന്നെയാണ്. നമ്മളെ പഠിപ്പിക്കുന്നതും നമ്മൾ ജീവിതത്തിലെ എന്തെല്ലാം കെട്ടിപ്പൊക്കിയാലും നമ്മൾ ആഗ്രഹിക്കുന്ന ഒന്നുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ സമാധാനം. എൻ്റെ പ്രിയപ്പെട്ടവരെ, അത് എവിടെ നിന്നുണ്ടാകുന്നു? പ്രാർത്ഥനയിൽ നിന്ന് കടന്നു വരുന്നു. അത് വിശ്വാസത്തിലൂടെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു. ആരിലുള്ള വിശ്വാസത്തിലൂടെയാണ് ഈ സമാധാനം നമ്മൾ കണ്ടെത്തുന്നത്. ലോകത്തിൻ്റെ സമാധാനദാതാവായ യേശു ക്രിസ്തുവിലൂടെ മാത്രമേ, ആ വിശ്വാസത്തിലൂടെ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ പ്രിയപ്പെട്ടവരെ നമ്മൾ ആഗ്രഹിക്കുന്ന സമാധാനം, നമ്മൾ ആഗ്രഹിക്കുന്ന സന്തോഷം, നമ്മൾ ആഗ്രഹിക്കുന്ന സ്നേഹം അനുഭവിക്കുവാനും കണ്ടെത്തുവാനും സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് വിശുദ്ധ പൗലോസ്ലീഹ 2 കൊറിന്ത്യോസ് 13:5 നമ്മൾ ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യം: നിങ്ങൾ നിങ്ങളുടെ വിശ്വാസത്തിൽ നിലനിൽക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുവിൻ. ദൈവത്തിൻ്റെ വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്, നിങ്ങൾ നിങ്ങളുടെ വിശ്വാസത്തിൽ നിലനിൽക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുവിൻ. നിങ്ങളെ തന്നെ പരീക്ഷിച്ചറിയുവിൻ, യേശു ക്രിസ്തു നിങ്ങളിലുണ്ട് എന്ന് നിങ്ങൾക്ക് ബോധ്യമായിട്ടില്ലേ? ഇല്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായും പരീക്ഷയിൽ പരാജയപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ നിങ്ങളുടെ വിശ്വാസത്തിൽ നിലനിൽക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കേണ്ട ഒരു കാലഘട്ടമാണ് ഈ കാലഘട്ടം. പ്രിയപ്പെട്ടവരെ, നമ്മൾ ധ്യാനത്തിന് പോകുമ്പോഴും പ്രാർത്ഥനയിലിരിക്കുമ്പോഴും പരിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോഴും വചനം വായിക്കുമ്പോഴും ജപമാല ചെല്ലുമ്പോഴും മാത്രമല്ല നമ്മൾ വിശ്വാസത്തിലാണ്, പ്രാർത്ഥനയിലാണ്, യേശുക്രിസ്തുവിലാണെന്നുള്ളത് ചിന്തയല്ല. ജീവിതത്തിലെ പരാജയങ്ങളും പ്രതിസന്ധികളും വിചാരിക്കാത്ത സമയത്ത് കടന്നു വരുന്ന തിരിച്ചടികളും കടന്നു വരുമ്പോൾ ഞാൻ എൻ്റെ യേശുക്രിസ്തുവിൽ എത്രമാത്രം വിശ്വസിക്കുന്നു, എത്രമാത്രം ദൈവമായിട്ട് ആ ബന്ധത്തിലാണ് എന്ന് നമ്മൾ പരിശോധിക്കണം. ഒരുപാട് പരിശോധനകളൊക്കെ നമ്മുടെ അനുദിന ജീവിതത്തിൽ നമ്മൾ നടത്തുന്ന ആൾക്കാരാണ് പ്രിയപ്പെട്ടവരെ. എന്നാൽ ഈ കാലഘട്ടത്തിൽ നമ്മുടെ ജീവിതങ്ങൾ ഇപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നോക്കുമ്പോൾ, അല്ലെങ്കിൽ ഈ കാലഘട്ടത്തെ നോക്കുമ്പോൾ നമ്മൾ അറിയുന്ന കാണുന്ന കാര്യങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിലേക്ക്, നമ്മുടെ കുടുംബത്തിലേക്ക് കടന്നു വരുന്ന പല പ്രശ്നങ്ങളും പ്രിയപ്പെട്ടവരെ, ആ സമയങ്ങളിൽ നമ്മൾ നമ്മുടെ വിശ്വാസത്തിൽ നിലനിൽക്കുന്നുണ്ടോ എന്ന് നമ്മളൊന്ന് ചിന്തിക്കണം. നമ്മളതൊന്ന് തിരിച്ചറിയാനായിട്ട് ശ്രമിക്കണം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജീവിതത്തിൽ പ്രാർത്ഥിച്ച് കാര്യങ്ങളെല്ലാം സാധിക്കുമ്പോൾ, കാര്യങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിൽ എളുപ്പത്തിൽ സാധ്യമാക്കുമ്പോൾ ഒരുപക്ഷെ നമുക്ക് യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ മഹത്വം എന്നൊക്കെ പറഞ്ഞ് നമുക്ക് അതിശക്തമായിട്ട് ദൈവത്തെ ആരാധിക്കാനായിട്ട് സാധിക്കും. എന്നാൽ വിചാരിക്കാത്ത സമയത്ത് നല്ല രീതിയിൽ ഇങ്ങനെ കടന്നു പോകുമ്പോൾ വലിയ കുഴപ്പമില്ല, എല്ലാം ഭംഗിയായിട്ട് പോകുന്നു എന്നൊക്കെ തോന്നുമ്പോൾ വലിയൊരു തിരിച്ചടി നമ്മുടെ ജീവിതം, ഒരുപക്ഷെ കടബാധ്യതയായിരിക്കാം, അല്ലെങ്കിൽ രോഗത്തിലായിരിക്കാം, അല്ലെങ്കിൽ ബിസിനസ് തകർച്ചകളായിരിക്കാം, അല്ലെങ്കിൽ കുടുംബ സമാധാനം നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന ആ സമയമായിരിക്കാം. ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ വരുമ്പോൾ നമ്മളൊന്ന് പരിശോധിക്കണം. ഞാൻ എൻ്റെ യേശുക്രിസ്തുവിൽ മാത്രമാണ്. ഒന്ന് ചിന്തിക്കണം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. യേശുക്രിസ്തുവിനല്ലാതെ നമ്മുടെ ജീവിതത്തിലെ വേറെ ആരിലും ഒരു പരിഹാരമില്ല. യേശുക്രിസ്തുവിൽ മാത്രമാണ് നമ്മുടെ സകല കാര്യങ്ങൾക്കും പരിഹാരം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ,
അതെപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. ഹെബ്രയർ 11:6 പറയുന്നുണ്ട്, വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ സാധ്യമല്ല. വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ സാധ്യമല്ല. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, എൻ്റെ പ്രിയപ്പെട്ട വിശുദ്ധ ഗ്രന്ഥത്തിൽ യേശുവിനെ ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരൻ എന്ന് പറയുന്ന ഒരു ലാസർ, അവിടെ ലാസർ മരിച്ചിട്ട് ഈശോ 4 ദിവസം കഴിഞ്ഞിട്ടാണ് വരുന്നത്. അപ്പോൾ സഹോദരിമാർ പറയുന്നുണ്ട്, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇത് സംഭവിക്കില്ലായിരുന്നു. ഈശോ പറയുന്നൊരു കാര്യമുണ്ട്, നീ വിശ്വസിച്ചാൽ മാത്രം മതി. നീ വിശ്വസിച്ചാൽ മാത്രം മതി. ദൈവത്തിൻ്റെ മഹത്വം അവിടെ ഇറങ്ങി വരും. ദൈവത്തിൻ്റെ മഹത്വം അവിടെ പ്രകടമാകുന്നതും ദൈവത്തിൻ്റെ മഹത്വം അവിടെ സംഭവിക്കുന്നതും കാണാൻ സാധിക്കും. അവിടെ കല്ലറയിലേക്ക് ചെല്ലുമ്പോൾ അത് തുറക്കാൻ പറയുമ്പോൾ വീണ്ടും പറയുന്നൊരു കാര്യമുണ്ട്, മണം വരും, അത് ചീഞ്ഞിട്ടുണ്ടായിരിക്കും, ദുർഗന്ധം വമിക്കും എന്നൊക്കെ. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, അവിടെ സ്വർഗത്തിലേക്ക് ഈശോ നോക്കി പിതാവിനോട് പ്രാർത്ഥിക്കുന്നു. അവിടെ 4 ദിവസം കഴിഞ്ഞ ആ ശവശരീരത്തെ ഉയർത്തി നിൽപ്പിക്കുന്നു ഈശോ. ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ, നമ്മളൊക്കെ 1 ദിവസം കഴിയും, 2 ദിവസം കഴിയും, 3 ദിവസം കഴിയും, അല്ലെങ്കിൽ ദിവസങ്ങളോളം കഴിയുമ്പോഴും നമ്മുടെ ജീവിതത്തിൽ ചില കാര്യങ്ങളൊന്നും സംഭവിക്കാതെ വരുമ്പോൾ നമ്മൾ പിന്നെ പരക്കം പായില്ല. കർത്താവിന് കണ്ണില്ലേ, കാതില്ലേ എന്നൊക്കെ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. ഹെബ്രയർ 12:2 വചനം പറയാണ്, തൻ്റെ വിശ്വാസത്തിൻ്റെ നാഥനും അതിൻ്റെ പൂർണ്ണതയിലെത്തിക്കുന്നതിനുമായ യേശു ക്രിസ്തുവിനെ മുന്നിൽ കണ്ടുകൊണ്ട് വേണം നീ ഓടാൻ. വേറെ ആര് ഈ ലോകത്തിലെ മുന്നിൽ കണ്ടുകൊണ്ട് ഓടിയാലും ഒരു രക്ഷയിലെ പ്രിയപ്പെട്ടവരെ. മനുഷ്യനിൽ നീ വിശ്വസിക്കരുത്. യെശയ്യാ 2:22 വചനം പറയാണ്, മനുഷ്യനിൽ നീ വിശ്വസിക്കരുത്, അവനൊരു ശ്വാസം മാത്രം, അവൻ എന്തു വിലയുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രവാചകനിലൂടെ നമ്മൾ ഓർമ്മപ്പെടുത്തുക. എന്നാൽ നമ്മൾ ചില വ്യക്തികളുടെ വാക്ക് വിശ്വസിച്ച് എല്ലാം നമ്മൾ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കും. എന്നാൽ കർത്താവ് യേശുമിശിഹാ ദൈവവചനത്തിലൂടെ നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ്, മനുഷ്യൻ ഒരു ശ്വാസം മാത്രം, അവൻ എന്ത് വിലയുണ്ട്, അവനിൽ വിശ്വസിക്കരുത്. കാരണം അവൻ വാക്കുമാറും, അവൻ നമ്മളെ മാറ്റി നിർത്തും. അങ്ങനെ നമ്മുടെ ജീവിതങ്ങളിലെ പലരുമായിട്ട് പല കാര്യങ്ങളും ഷെയർ ചെയ്യുമ്പോൾ അവർ പറയുന്നൊരു കാര്യമുണ്ട്, അന്ന് എന്നോടൊരു വാക്ക് ഇന്ന വ്യക്തി പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവൻ വാക്കുമാറി, അവനെ കാണാൻ ചെല്ലപ്പോൾ അവിടെ ഇല്ല എന്ന് പറഞ്ഞു. ഈശോ പറയുന്നൊരു കാര്യമുണ്ട്, വ്യാജം പറയാൻ ഞാൻ മനുഷ്യനല്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ വിശ്വാസം പരീക്ഷിക്കപ്പെടുന്ന സമയങ്ങളാണ്. വിശ്വാസം പരീക്ഷിക്കപ്പെടുന്ന സമയങ്ങളാണ്. ഞാൻ എൻ്റെ ജീവിതത്തിലെ എൻ്റെ ബിസിനസ് എല്ലാം തകർന്ന് ലക്ഷങ്ങൾ കടബാധ്യതയായിട്ട് വന്നപ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ, കർത്താവായ യേശുക്രിസ്തുവിൽ മാത്രമാണെന്നുള്ള രക്ഷ എനിക്ക് ബോധ്യം വരാം. ഒരു ധ്യാനത്തിലൂടെ, ഒരു 3 ദിവസത്തെ തപസ് ധ്യാനത്തിലൂടെ ഞാൻ മനസ്സിലാക്കുന്നൊരു കാര്യം, ഇനി ഈ ലോകത്തിൽ ആരുടെയും രക്ഷയിൽ ആരിൽ രക്ഷയിൽ യേശുക്രിസ്തുവിൽ മാത്രമാണെന്നുള്ളൊരു ബോധ്യം ഉള്ളിൽ കയറുകയാണ്. പിന്നെ ഞാൻ തിരിഞ്ഞു നോക്കിയിട്ടില്ല എൻ്റെ പ്രിയപ്പെട്ടവരെ. പിന്നെ യേശുക്രിസ്തുവിൽ മാത്രമായി ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. എൻ്റെ ജീവിതം തന്നെ യേശുക്രിസ്തുവിൽ സമർപ്പിച്ചു. പല പ്രതിസന്ധികളും പ്രശ്നങ്ങളെല്ലാം വന്നു. എന്നാൽ ജ്ഞാനത്തിൻ്റെ പുസ്തകം 3:4 പറയാണ്, മനുഷ്യദൃഷ്ടിയിൽ ശിക്ഷിക്കപ്പെട്ടവരെന്ന് നിങ്ങൾക്ക് തോന്നാം. ദൈവത്തിൻ്റെ വചനം പറയാണ്, ജ്ഞാനത്തിൻ്റെ പുസ്തകം 3:4 കർത്താവിൻ്റെ വചനം പറയാണ്, ശിക്ഷിക്കപ്പെട്ടവരെന്ന് മനുഷ്യദൃഷ്ടിയിൽ തോന്നിയാലും അനശ്വരമായ പ്രത്യാശയുള്ളവരാണിവർ. ദൈവം അവരെ പരിശോധിക്കുകയും യോഗ്യരെന്ന് കാണുകയും ചെയ്യും. അല്പകാല ശിക്ഷണത്തിന് ശേഷം അവർക്ക് വലിയ നന്മ കൈവരും. അപ്പോൾ ശിക്ഷണുണ്ട്, പരിശോധനകളുണ്ട്, പരീക്ഷണങ്ങളുണ്ട്, ഒക്കെയുണ്ട്. അതിലൂടെ എല്ലാം നമ്മൾ കടന്നു പോകണം പ്രിയപ്പെട്ടവരെ. പ്രതിസന്ധികളെല്ലാം കടന്നു വരും. കർത്താവിൻ്റെ വചനം പറയുന്നില്ലേ, യെശയ്യാ 43:2, നീ സമുദ്രത്തിലൂടെ പോകുമ്പോൾ ഞാൻ നിന്റെ കൂടെയുണ്ടാകും, നദിയിലൂടെ നീ പോയാലും നീ മുങ്ങിപ്പോകത്തില്ല, തീക്കനലിൽ കൂടെ നടന്നാലും നിനക്ക് പൊള്ളലേൽക്കുകയില്ല. കാരണം എന്താ?
നിന്റെ വലതുകാരം ഞാൻ പിടിച്ചിട്ടുണ്ട്, ഞാൻ നിന്റെ കൂടെയുണ്ട്, ഓർമ്മപ്പെടുത്താം. അപ്പൊ സമുദ്രത്തിലൂടെ സമുദ്രമാകുന്ന ആ അവസ്ഥ നമുക്ക് വരും. ഒലിച്ചു പോകത്തില്ല, മുങ്ങിപ്പോകത്തില്ല. നദിയിലൂടെ പോയാലും സമുദ്രത്തിലൂടെ പോയാലും നീ ഒലിച്ചു പോകത്തില്ല, നീ മുങ്ങിപ്പോകത്തില്ല. ആ തീയിലൂടെ നടന്നാലും നിനക്ക് പൊള്ളലേൽക്കില്ല. കാരണം നിന്റെ കർത്താവ് നിന്നെ പിടിച്ചിരിക്കുക, കർത്താവ് നിന്റെ കൂടെയുണ്ട്. അത് പലപ്പോഴും നമുക്ക് മനസ്സിലാവുകയില്ല. കാരണം ഈ വിശ്വാസം എന്ന് പറയുന്നത്, എൻ്റെ പ്രിയപ്പെട്ടവരെ, സഭ നമ്മളെ പഠിപ്പിക്കുന്നൊരു കാര്യമുണ്ട്. ജീവിതത്തിൻ്റെ നിധിയാണ് വിശ്വാസം. ജീവിതത്തിൻ്റെ നിധിയാണ് വിശ്വാസം. അപ്പോൾ ഒരു നിധി നമുക്ക് പ്രാർത്ഥനയിലൂടെയും ദൈവവചനത്തിലൂടെയും ധ്യാനത്തിലൂടെയും എല്ലാം നമുക്ക് കിട്ടുമ്പോൾ, പ്രിയപ്പെട്ടവരെ, വിശ്വാസമാകുന്ന നിധി നമുക്ക് കിട്ടുമ്പോൾ അത് എത്രമാത്രം നമ്മൾ കാത്തു സൂക്ഷിക്കണം. ഒരു നിധി നമ്മുടെ ജീവിതത്തിൽ കിട്ടിയാൽ, എൻ്റെ പ്രിയപ്പെട്ടവരെ, അത് നഷ്ടപ്പെടാതെ നമ്മൾ എങ്ങനെയെല്ലാം കാത്തു സൂക്ഷിക്കും. എങ്ങനെ നഷ്ടപ്പെട്ടു പോകാതിരിക്കാം, എന്തെല്ലാം അതിന് പ്രൊട്ടക്ഷൻ കൊടുക്കും എന്നതുപോലെയാണ് ജീവിതത്തിൻ്റെ പല കാര്യങ്ങളും, പ്രതിസന്ധികളും പ്രശ്നങ്ങളും വരുമ്പോൾ ഈ ദൈവത്തിലുള്ള ഈ വിശ്വാസം നഷ്ടപ്പെടാതിരിക്കുവാനായിട്ട് 3 കാര്യങ്ങൾ അവരാ വിശ്വാസം. അത് നമ്മൾ ജനിച്ചു കഴിഞ്ഞാൽ ഭയം, ഉത്കണ്ഠ, പക്ഷേ ഈ 3 കാര്യങ്ങൾ നമ്മളിൽ നിന്ന് മാറിപ്പോകും. അപ്പോൾ പിന്നെ ഇത് നിൻ്റെ ജീവിതത്തിൽ സംഭവിക്കും, ഇത് നടക്കും. ദൈവവചനത്തിലൂടെ നമ്മൾ ഓർമ്മപ്പെടുത്തുമ്പോൾ പക്ഷേ നടക്കൂ, അങ്ങനെ ഒന്നൊരു ചിന്ത വരുത്തില്ല, അത് നടക്കും പ്രിയപ്പെട്ടവരെ. കാരണം ഞാനത് അനുഭവിച്ചതാ, അറിവല്ല, സ്വന്തം ജീവിതത്തിൽ അനുഭവിച്ചതാ. ലക്ഷങ്ങൾ കടബാധ്യത വന്നപ്പോൾ ഒരാൾ പോലും ഇല്ല, ഒരു സൊസൈറ്റി ഉണ്ടാവില്ല, ഒരു സുഹൃത്തുക്കളുണ്ടായിരിക്കുകയില്ല, അന്ന് വരെ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയും ഒരു സമൂഹം ഒന്നും ഉണ്ടായിരിക്കുകയില്ല. പ്രിയപ്പെട്ടവരെ, ഞാൻ മനസ്സിലാക്കി ആ രക്ഷകനായ രക്ഷയിലാണ് എൻ്റെ ജീവിതം കൊടുക്കേണ്ടത്. പ്രിയപ്പെട്ടവരെ, ഞാൻ എൻ്റെ കുടുംബവും യേശുക്രിസ്തുവിൽ മാത്രം ആശ്രയിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. പലരും ആ സമയത്തൊക്കെ പറഞ്ഞു, ഇനി നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റത്തില്ല, ഇനി ഒരു ഉയർച്ചയും ജീവിതത്തിൽ ഉണ്ടാകുകയില്ല, എങ്ങനെ കരകയറാൻ പറ്റും, എങ്ങനെ രക്ഷപ്പെടും, ഇവിടെ നിന്ന് വെല്ലോടത്തേക്കൊക്കെ പോകേണ്ടതായിട്ട് വരും, ദൂരേക്ക്, ഈ സ്ഥലം വിട്ട്, മരണം മാത്രമേ ഉള്ളൂ എന്നൊക്കെ പലരൊക്കെ പല രീതിയിലൊക്കെ നേരിട്ടാണെങ്കിലൊക്കെ മനസ്സാവുന്ന രീതിയിലെല്ലാം സംസാരിച്ചു. ഇതൊക്കെ ഓരോ പരീക്ഷകളായിരുന്നു പ്രിയപ്പെട്ടവരെ. നമ്മൾ നമ്മുടെ വിശ്വാസത്തിൽ നിലനിൽക്കണ്ടോ എന്ന് പരിശോധിച്ച് ഓരോ സമയങ്ങളിലും നമ്മൾ പരിശോധിക്കണം പ്രിയപ്പെട്ടവരെ. തൻ്റെ വിശ്വാസത്തിൻ്റെ നാഥനും അതിൻ്റെ പൂർണ്ണതയിലെത്തിക്കുന്നതുമായ യേശുക്രിസ്തുവിനെ മുന്നിൽ കണ്ടുകൊണ്ട് നീ ഓടിയാൽ നീ പിന്നെ വീഴുകയില്ല, നിനക്ക് വഴി തെറ്റുകയില്ല, നീ തളരുകയില്ല, നീ കഴുകനെ പോലെ കുതിച്ചുയരും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പല രീതികളിലും പല അനുഭവങ്ങളിലൂടെ എല്ലാം കടന്നുപോയി. ഞാൻ പിന്നോട്ട് തിരിഞ്ഞു നോക്കിയില്ല. പല ഓഫറുകളും പല കാര്യങ്ങളെല്ലാം വന്നു, ഞാൻ മാറിപ്പോയില്ല. എനിക്കറിയാം ഈ ഓഫറിൻ്റെ പിന്നാലെയൊക്കെ പോയാൽ എന്ത് സംഭവിക്കും എന്നുള്ളത് ഞാൻ തിരിച്ചറിഞ്ഞു. പല വാഗ്ദാനങ്ങളെല്ലാം വന്നു, ഞാൻ പോയില്ല, ഞാൻ എൻ്റെ കർത്താവിനെ കൈവിട്ടില്ല, അത് നിധി പോലെ ഇങ്ങനെ കാത്തു സൂക്ഷിച്ചു. ദൈവമാണെന്ന സമ്പത്ത് ഞാൻ സ്വന്തമാക്കിയവനാ. വർഷങ്ങൾക്ക് മുമ്പ് തന്നെ എൻ്റെ ജീവിതത്തിൽ പറഞ്ഞല്ലേ, തീക്കനലിൽ കൂടെ നടക്കേണ്ട അവസ്ഥയൊക്കെ വന്നിട്ടുണ്ട്, സമുദ്രത്തിലൂടെ പോകുന്നൊരവസ്ഥ വന്നിട്ടുണ്ട്, നദിയിലൂടെ എല്ലാം ഞാൻ പോകുന്ന അവസ്ഥ വന്നിട്ടുണ്ട്. പക്ഷേ യേശുക്രിസ്തുവിനെ മാത്രം ഞാൻ കൈവിട്ടില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, പലരും പല ഉപദേശങ്ങളെല്ലാം കടന്നു വന്നപ്പോൾ ദൈവികമായ ഉപദേശത്തിലൂടെ ഞാൻ മാത്രം കടന്നു പോകാനായിട്ട് ശ്രമിച്ചു. ഓരോ സമയങ്ങളിലും അതിന് ഞാൻ പരിശുദ്ധ കുർബാനയും കുമ്പസാരവും ആരാധനയും പ്രാർത്ഥനയുടെ ഒരു ജീവിതത്തിലൂടെ ഞാൻ എൻ്റെ കുടുംബം കടന്നുപോയി. ഞാൻ എൻ്റെ ജീവിത പങ്കാളി, എൻ്റെ കുടുംബവും രാത്രി യാമങ്ങളിൽ പ്രാർത്ഥിച്ചിരുന്നു. അതാണ് മത്തായി 18:19, ഈ ഭൂമിയിൽ 2 പേർ യോജിച്ച് ചോദിക്കുന്ന ഏത് കാര്യവും നിന്റെ സ്വർഗസ്ഥനായ പിതാവ് നടത്തി തരുമെന്ന വാഗ്ദാനം ഞങ്ങൾ വിശ്വസിച്ചു, ആ വചനത്തിൽ വിശ്വസിച്ചു. അങ്ങനെ മുന്നോട്ട് പോയി. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എവിടെയാണ് ഞാൻ തകർന്നു പോകും,
എവിടെയാണ് ഞാൻ ഇല്ലാതെ പോകുമെന്ന് പലരും പറഞ്ഞ പ്രിയപ്പെട്ടവരെ, ആ ദേശത്ത് തന്നെയാണ്, ഞാൻ തകർന്നു പോയ ദേശത്ത് തന്നെയാണ്, ഞാൻ ഇല്ലാതായ ദേശത്ത് തന്നെയാണ്, എന്നെ പലരും മാറ്റി നിർത്തിയ ദേശത്ത് തന്നെയാണ് ഇന്നും എൻ്റെ തമ്പുരാൻ നിലനിർത്തി കൊണ്ടുപോകുന്നത്. പ്രൈസ് ദ ലോർഡ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിലനിർത്തി പോകുന്നത് ഇതാണ് ദൈവത്തിലുള്ള ആശ്രയം എന്ന് പറയുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, അതാണ് ദൈവത്തിലുള്ള വിശ്വാസത്തിലൂടെ ഞാൻ മുന്നോട്ട് പോയപ്പോൾ, യേശുക്രിസ്തുവിൽ എന്നിലുണ്ടെന്നൊരു ബോധ്യത്തിലൂടെ ഞാൻ മുന്നോട്ട് പോയപ്പോൾ, ഞാൻ എൻ്റെ കുടുംബം മുന്നോട്ട് പോയപ്പോൾ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ചിന്തിക്കാത്ത ലെവലിൽ ദൈവം ഓരോ സമയങ്ങളിലും വഴി നടത്തി മുന്നോട്ട് നയിച്ചു കൊണ്ടിരുന്നു. അവിടെ മനുഷ്യനിൽ പിന്നെ ഒരു ആശ്രയമില്ല, മനുഷ്യനിൽ പിന്നെ ഒരു വിശ്വാസവും ഇല്ല, ദൈവത്തിൽ മാത്രം. പ്രിയപ്പെട്ടവരെ, ഓരോ സമയങ്ങളിലും ശിക്ഷിക്കപ്പെട്ടവരെന്ന് മനുഷ്യ ദൃഷ്ടിയിൽ തോന്നാം. ചുറ്റുമുള്ളവർക്കും അല്ലെങ്കിൽ ബന്ധുമിത്രാദികൾക്കും അല്ലെങ്കിൽ സുഹൃത്തുക്കൾക്കും അല്ലെങ്കിൽ നാട്ടുകാർക്കൊക്കെ തോന്നാം അവൻ ശിക്ഷിക്കപ്പെട്ടു, അവനിനി രക്ഷയില്ല എന്നൊക്കെ തോന്നാം. എൻ്റെ പ്രിയപ്പെട്ട ദൈവജനമേ, ഒന്നിന്ന് വിശ്വസിക്കുക, മറ്റാരിലും രക്ഷയില്ല, യേശുക്രിസ്തുവിൽ മാത്രമാണ് രക്ഷ. ഇത് നിൻ്റെ ജീവിതത്തിൽ നീ എത്രമാത്രം പകർത്തി, എത്രമാത്രം നിൻ്റെ ജീവിതത്തിലെ അത് സ്വന്തമാക്കി നീ വഴി നടത്താൻ, നീ വഴിയിലൂടെ കടന്നു പോകാൻ നീ ആഗ്രഹിക്കുന്നുണ്ടോ, അവിടെ ദൈവം നിന്നെ കൈപിടിച്ചു കൊണ്ടുപോകും. പ്രിയപ്പെട്ടവരെ, ഒരു തീക്കനലിൽ വീഴാതെ നിന്നെ വഴി നടത്തി കൊണ്ടുപോകും. കർത്താവിൻ്റെ വചനം പറഞ്ഞില്ലേ, യോഗ്യർ അല്പകാല ശിക്ഷണത്തിന് ശേഷം അവരെ പരിശോധിക്കും, യോഗ്യരെന്ന് കാണും. എന്നിട്ട് പറയാണ്, ഉലയിൽ സ്വർണമെന്ന പോലെ അവിടുന്ന് അവരെ ശോധന ചെയ്ത് ദഹനബലിയായി സ്വീകരിച്ചു. അവിടുത്തെ സന്ദർശത്തിൽ അവർ പ്രക്ഷോഭിക്കും, വൈക്കോലിൽ തീപ്പരയുന്ന പോലെ അവർ കത്തിപ്പടരും. പ്രിയപ്പെട്ട ദൈവജനമേ, അപ്പം നമ്മുടെ ജീവിതങ്ങളിലെ പല പ്രതിസന്ധികളും പ്രശ്നങ്ങളും വരുമ്പോൾ മാറിപ്പോകുവാനും മാറ്റി നിർത്താനും ഉള്ളതല്ല നിൻ്റെ വിശ്വാസം. പ്രിയപ്പെട്ടവരെ, മാമോദീസ വലിയ കൂദാശ ജീവിതത്തിലൂടെ നിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന ആ യേശുക്രിസ്തുവിനെ മാറ്റി നിർത്താനുള്ളതല്ല. നിനക്ക് വേദനകളും സങ്കടങ്ങളൊക്കെ അല്ല വരുമ്പോൾ, എൻ്റെ പ്രിയപ്പെട്ടവരെ, നീ വിശ്വസിച്ച് നിൻ്റെ ദൈവത്തിൽ വിശ്വസിച്ച് പോയാൽ അവിടെ അത്ഭുതം നിൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചറിയുവാനായിട്ട് നിനക്ക് സാധിക്കും. ആ ദൈവത്തിൻ്റെ വലിയ മഹത്വം നിനക്ക് നിൻ്റെ ജീവിതത്തിൽ പ്രകടമാകും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ പറയുന്ന ഈ വ്യക്തി തന്നെയാണ് അതിന് ഏറ്റവും വലിയ, ഞാൻ എൻ്റെ കുടുംബം തന്നെയാണ് ഏറ്റവും വലിയ ഉദാഹരണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കാരണം നിന്നെ ദ്രോഹിച്ചവരെ അല്ലെങ്കിൽ നിന്നെ പഴിച്ചാരിയവരെ ലജ്ജിച്ച് തല താഴ്ത്താൻ തക്ക വിധം ദൈവം നിന്നെ ഉയർത്തും. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ കർത്താവിൻ്റെ വചനം പറയുന്നുണ്ട്, 41-ാം അധ്യായത്തിലെ 11-ാമത്തെ, നിന്നെ ദേഷിക്കുന്നവർ ലജ്ജിച്ച് തല താഴ്ത്തും, നിന്നോട് ഏറ്റുമുട്ടുന്നവർ നശിച്ച് ഒന്നുമില്ലാതായി തീരും, നിന്നോട് ശണ്ട കൂടുന്നവരെ നീ അന്വേഷിക്കും, കണ്ടെത്തുകയില്ല, നിന്നോട് പോരാടുന്നവർ ശൂന്യരാകും. കാരണം ദൈവത്തിൻ്റെ വചനം പറയാണ്, നിൻ്റെ ദൈവവും കർത്താവുമായ ഞാൻ നിൻ്റെ വലത് കൈ പിടിച്ചിരിക്കുന്നു, ഞാനാണ് പറയുന്നത്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും. ഇത് മനുഷ്യൻ്റെ വാക്കല്ല എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇത് ഏതെങ്കിലും അധികാരികളുടെ വാക്കല്ല എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് സംഭവിച്ചിരിക്കും. ഒരു സംശയമില്ല ആ കാര്യത്തിൽ, ഒരു സംശയമില്ല എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. ഇതാണ് എവിടെ തകർന്നു പോകും, ആകുമെന്ന് പലരും പ്രവചിച്ച മനുഷ്യരായവരെ, ആ ദേശത്ത് തന്നെയാണ് ഇന്നും ഞാൻ അവിടെ ജീവിക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ടവരെ. ആ ഇടവകയിൽ തന്നെയാണ് ഞാൻ ഇന്നും ജീവിക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ടവരെ. അതാണ് ദൈവം നമ്മളെ വഴി നടത്തുന്ന കാര്യങ്ങൾ. ഏറ്റവും കർത്താവിൻ്റെ വചനം പറയാണ്, നിന്നെ ദേഷിക്കുന്നവർ ലജ്ജിച്ച് തല താഴ്ത്തും, നിന്നോട് ഏറ്റുമുട്ടുന്നവർ നശിച്ചൊന്നുമില്ലതായി തീരും, നിന്നോട് ശണ്ട കൂടുന്നവരെ നീ അന്വേഷിക്കും, കണ്ടെത്തുകയില്ല, നിന്നോട് പോരാടുന്നവർ ശൂന്യരാകും. അതിന് കാരണമുണ്ട്. അത് നിൻ്റെ ശക്തിയോ നിൻ്റെ ബുദ്ധിയോ നിൻ്റെ ആരോഗ്യമോ അല്ലെങ്കിൽ നിൻ്റെ കഴിവ് കൊണ്ടല്ല. നമ്മുടെ കഴിവോ നമ്മുടെ ബുദ്ധിയോ നമ്മുടെ ആരോഗ്യമോ ഒന്നും കൊണ്ടല്ല. അവിടെ ഒറ്റ കാര്യമുള്ളൂ, കർത്താവ് നമ്മുടെ വലത് കരം പിടിച്ചിരിക്കുക, കർത്താവ് നമ്മുടെ കൂടെയുള്ളത് കൊണ്ടാണ്, കർത്താവ് നമ്മളെ സഹായിക്കുന്നത് കൊണ്ടാണ്.
എൻ്റെ പ്രിയപ്പെട്ട ദൈവജനമേ, ആ ദൈവ വചനത്തിലൂടെ നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത് പോലെ എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ പരിശോധിച്ചറിയും. യേശു ക്രിസ്തു നമ്മളിലുണ്ടെന്നുള്ളത് ആ ബോധ്യത്തിൽ നമ്മൾ പോകണം. പ്രിയപ്പെട്ടവരെ, ഒരിക്കലും നമ്മൾ പിന്നെ വീഴുകയില്ല, തളർന്നു പോകുകയില്ല. ഈ ലോകത്തിൻ്റെ പിന്നാലെയല്ല നീ ഓടേണ്ടത്. ഈ ലോകം തരുന്ന സമ്മാനത്തിൻ്റെ പിന്നാലെ സ്വന്തമാക്കാനല്ല നീ ഓടേണ്ടത്. ഈ ഭൗതികമായ ഈ ലോകത്തിലുള്ള കാര്യങ്ങൾ നേടുവാനോ സ്വന്തമാക്കുവാനല്ല നീ പോകേണ്ടത്. ഇതെല്ലാം നിന്നിൽ നിന്ന് മാറിപ്പോകും. എൻ്റെ പ്രിയപ്പെട്ടവരെ, ആ ദൈവത്തിലുള്ള വിശ്വാസത്തിലൂടെ നീ മുന്നോട്ട് പോയാൽ ഒരാൾക്ക് തകർക്കാനോ നശിപ്പിക്കുവാനോ സാധിക്കുകയില്ല. കാരണം ദൈവം നമ്മുടെ കൂടെയുണ്ട്. നമ്മുടെ കർത്താവ് യേശുമിശിഹാ നമ്മുടെ കരം പിടിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ആ ഒരു വലിയ വിശ്വാസത്തിൽ നമുക്ക് മുന്നോട്ട് പോകാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നിത്യം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.